ഫിലിം ഗാരേജിന്റെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിൽ നിന്നും ഈ നവംബർ 29-ാം തീയതി, അതായത് നാളെ, ഒരു സിനിമ കൂടി 4K റീമാസ്റ്റർ ചെയ്ത തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ്. അത് മമ്മൂട്ടിയുടെ വെള്ളിയേട്ടൻ എന്ന സിനിമയാണ്. ഷാജി കലാസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി ഉൾപ്പെടെ വൻ താരനിര ഭാഗമായി തിയേറ്ററുകളിലേക്ക് എത്തിയ മാസ് ചിത്രം നാളെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രേക്ഷകർ ഉറ്റുനോക്കുകയാണ് സിനിമയുടെ 4K റിലീസിനുള്ള വരവേൽപ്പ് എത്രത്തോളം മികച്ചു നിൽക്കുന്നു എന്ന് അറിയാനായിട്ട്. ഒപ്പം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം. മോളിവുഡിലെ മറ്റ് റിലീസ് ചിത്രങ്ങളെക്കാൾ വെള്ളിയേട്ടൻ എന്ന സിനിമയുടെ മികവ് എന്തെന്നാൽ വെള്ളിയേട്ടൻ എന്ന സിനിമയിൽ കൂടുതൽ രംഗങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നു എന്നാണ് സിനിമയിൽ അഭിനയിച്ച സഹതാരം കൂടിയായ വിജയകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയുടെ യഥാർത്ഥ ഡ്യൂറേഷൻ 2 മണിക്കൂർ 44 മിനിറ്റ് ആണെങ്കിൽ ഇപ്പോഴത്തെ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് 2 മണിക്കൂർ 52 മിനിറ്റ് അടങ്ങിയ പ്രിന്റാണ്. എന്തായാലും വെള്ളിയേട്ടന്റെ റിലീസ് റെസ്പോൺസിനായിട്ട് കാത്തിരിക്കാം. പാലേരി മാണിക്യം എന്ന സിനിമയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന മമ്മൂട്ടിയുടെ അടുത്തൊരു റിലീസ് സിനിമ കൂടിയാണല്ലോ വെള്ളിയേട്ടൻ. ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ പിന്തുണ കൂടി സിനിമയ്ക്ക് ലഭ്യമായിട്ടുണ്ട്, സിനിമയുടെ റിലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും കാത്തിരിക്കൂ, സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട. വെള്ളിയേട്ടൻ തിയേറ്ററുകളിലെ റിലീസിന് ഒരുങ്ങുമ്പോൾ ഇപ്പോൾ തിയേറ്ററുകളിൽ തകർത്തോടിക്കൊണ്ടിരിക്കുകയാണല്ലോ മറ്റൊരു മലയാളം സിനിമ കൂടിയ പുതിയ മലയാളം സിനിമയെ ബേസൽ നസ്രിയ കോംബോയുടെ സൂക്ഷ്മദർശിനി. നാളെ മുതൽ അപ്പോൾ ബോക്സ് ഓഫീസിൽ സൂക്ഷ്മദർശിനി വേഴ്സസ് വെള്ളിയേട്ടൻ പോരാട്ടം ഉണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. സൂക്ഷ്മദർശിനി കൃത്യം 6 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് ഇനിയും പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും എസ്റ്റിമേറ്റ് കണക്കുകൾ പ്രകാരം 28 കോടിയിലേറെ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നു എന്നാണ് വിവരം. നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 13 കോടി കളക്ഷൻ പിന്നിട്ടു എന്ന നിലവിൽ അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുള്ള സൂക്ഷ്മദർശിനി അങ്ങനെ മികച്ച കളക്ഷൻ നേടിയെടുത്ത തിയേറ്ററുകളിൽ സൂപ്പർ ഐറ്റം കടന്ന ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ സൂക്ഷ്മദർശിനി ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.